അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂറ ഫുസ്സിലത്താണ് ചർച്ച ചെയ്തത്. അതിൻ്റെ 24-25 വചനങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നും എന്നാൽ നിങ്ങളുടെ ശത്രുക്കൾ ആത്മമിത്രങ്ങളായി മാറുമെന്നും അത് ക്ഷമാശീലർക്കും അപൂർവ സൗഭാഗ്യവാന്മാർക്കും മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണെന്നും ആ വചനത്തിൽ പറഞ്ഞു വച്ചു. ഇന്ന് നാം ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് സൂറത്തുർ റഹ്മാനിലെ ആദ്യ ഭാഗമാണ്. സൂറത്തുർ റഹ്മാൻ പല പ്രത്യേകതകളുള്ള ഒരധ്യായമാണ്. ഖുർആൻ്റെ മണവാട്ടി എന്നാണ് ഈ അധ്യായത്തെ വിശേഷിപ്പിക്കുന്നത്. സാഹിത്യ സമ്പുഷ്ടമായ ആശയസമ്പന്നമായ ഒരധ്യായമാണിത്. അതിൻ്റെ ആദ്യ വചനങ്ങൾ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഖുർആനിലെ വളരെ ആലങ്കാരികമായ ഗഹനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരധ്യായമാണിത്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അർ-റഹ്മാൻ. ഖുർആൻ്റെ അധ്യായങ്ങളിലുടനീളം കരുണ വലയം ചെയ്തിട്ടാണ് അധ്യായങ്ങളെല്ലാം പ്രവാചകനിലൂടെ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കരുണാനിധിയായ കാരുണ്യവാനായ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ ആണ് പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്നത്. ആ അനുഗ്രഹം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. അല്ലമൽ ഖുർആൻ. ഖുർആനെ പഠിപ്പിച്ചു തന്നു. ഖുർആനെ പഠിപ്പിച്ചു തന്നെന്ന് പറയുമ്പോൾ കേവലം പാരായണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല. ഖുർആൻ ഇങ്ങനെ പാരായണാക്ഷരങ്ങളിൽ തളച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ജപിച്ച് ഓതി തീർക്കേണ്ട ഒരു സാധനമല്ല. അപ്പോൾ അതിലപ്പുറം ജീവിതത്തിന് വെളിച്ചമായിട്ട് മാർഗദീപമായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അത് ആത്മീയമായാലും ഭൗതികമായാലും കുടുംബപരമായാലും ഒക്കെ മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലുമുള്ള മാർഗനിർദ്ദേശങ്ങൾ ആ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലമൽ ഖുർആൻ എന്ന് തന്നെയാണ്. കാരണം ഖുർആനിലൂടെയാണ് അവൻ സത്യത്തെ, നന്മയെ, നീതിയെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതോടൊപ്പം ഖലഖൽ ഇൻസാന, അവൻ മനുഷ്യരാശിയെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്രമാത്രം ശാസ്ത്രീയമായി വളരെ ആസൂത്രിതമായിട്ടാണ് പ്രപഞ്ചനാഥൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തന്നെ ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇങ്ങനെ പല പല വ്യവസ്ഥകളിൽ പല പല അവയവങ്ങളിലൂടെ പല പല ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് അവൻ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്ന ഒരു ആയത്ത് അല്ലമഹുൽ ബയാൻ. അവൻ ആശയവിനിമയ ശേഷി പഠിപ്പിച്ചു. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നമ്മൾ അറിഞ്ഞ കാര്യം, ചിന്തിച്ച കാര്യം, പഠിച്ച കാര്യം, അനുഭവിച്ച കാര്യം അത് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. പ്രവാചകനെ ഏറ്റവും വിശേഷിപ്പിക്കുന്ന ഒരു ഗുണം അദ്ദേഹം വലിയ ഉജ്ജ്വലവാഗ്മിയായിരുന്നു എന്നാണ്. സമൂഹത്തോട് ആശയം പറയണമെങ്കിൽ തീർച്ചയായിട്ടും സംസാരശേഷി, അതും ചാരുതയോടെ, വാക്ചാതുര്യത്തോടെ അവതരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകുക എന്നത് ചെറിയ കാര്യമല്ല.
മൂസാ നബിയുടെ പ്രബോധന കാലത്ത് മൂസാ നബി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. സൂറത്തു താഹയിൽ പരാമർശിക്കുന്നത് റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബിശ്റഹ് ലീ, എനിക്ക് നീ വിശാലമാക്കി തരണം. എൻ്റെ സദ്രി, എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണം. വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എനിക്ക് നാവിന് വിക്കുണ്ട്. ആ വിക്ക് പരിഹരിക്കാൻ നീ എൻ്റെ വിക്ക് നീക്കിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാനുള്ള ശേഷി നീ തരണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മൂസാ നബി. മാത്രമല്ല, അദ്ദേഹം സബോർഡിനേറ്ററായിട്ട്, സഹചാരിയായിട്ട് കൂട്ടിയത് ഹാറൂൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. സഹോദരനെ വിശേഷിപ്പിക്കുന്നത് അഖീ ഹാറൂനു ഹുവ അഫ്സഹു മിന്നി ലിസാന, എൻ്റെ സഹോദരൻ എന്നെക്കാളും സാഹിത്യത്തിൽ മനോഹരമായി സംസാരിക്കുന്ന ഒരു വാഗ്മിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ എൻ്റെ കൂടെ കൂട്ടണമെന്നാണ്. ഇവിടെ ഈ ബയാനിൻ്റെ പ്രത്യേകതയാണ് അനുഗ്രഹം. എത്രത്തോളം അത് അനുഗ്രഹമാണെന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. പ്രവാചകൻ്റെ തന്നെ ജീവിതത്തിൽ അദ്ദേഹം അനുയായികളെ ആകർഷിച്ചത് മനോഹരമായിട്ടുള്ള പ്രസംഗത്തിലൂടെയാണ്. ഒരിക്കൽ അനുയായികളോട് പറയുന്നത്, ഈ കാണുന്ന മലയുടെ അപ്പുറത്ത് നിന്ന് ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നു എന്ന് കരുതിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക, നിങ്ങൾ ഭയക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആലങ്കാരികമായിട്ട് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. അതോടൊപ്പം പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വിദാഇലെ സംസാരം, വിടവാങ്ങൽ പ്രസംഗം ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ അവകാശ പ്രഖ്യാപനമായിരുന്നു. അത് മനോഹരമായി ഇന്നും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ഉടനീളം കാണാവുന്നതാണ്. പ്രവാചകൻ മരിച്ചപ്പോൾ ഖലീഫ ഉമറിനെ പോലുള്ള വ്യക്തികൾ പ്രവാചകൻ ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കില്ല, ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ രോഷമടക്കുന്നതിന് വേണ്ടി, അവരുടെ വികാരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: ആരെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും മുഹമ്മദിനെ ദൈവമായി കണ്ടിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് നബി ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി മരിച്ചു പോകുന്ന ആളാണ്. എന്നാൽ ആരെങ്കിലും ദൈവത്തെ, സർവശക്തനായ പടച്ചവനെ ആരാധിക്കുന്നുവെങ്കിൽ അവൻ എന്നും ശാശ്വതമായിട്ട് നിൽക്കുന്നവനാണ്. ആ കലിയോടെ, രോഷത്തോടെ, വികാരനിർഭരമായി നിന്ന അനുയായികളെ ആ ഒരു പ്രഭാഷണം കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിച്ചു. ഇതാണ് ബയാനിൻ്റെ പ്രത്യേകത. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ബയാനി ലസിഹ്റ, പ്രസംഗത്തിന് ഒരു മാസ്മരികതയുണ്ട്, ആളുകളെ വശീകരിക്കാൻ. ഇപ്പോൾ പല പല കലാരൂപങ്ങളുണ്ടല്ലോ നമുക്ക്, പാട്ട്, അഭിനയം, ഇങ്ങനെ പല പല മനുഷ്യനെ സ്വാധീനിക്കുന്ന, മനുഷ്യൻ സന്തോഷം കണ്ടെത്തുന്ന, മനുഷ്യന് പ്രചോദനം പകരുന്ന ഒരുപാട് കലാരൂപങ്ങളുണ്ട്. പ്രസംഗത്തെ നമ്മൾ ശ്രേഷ്ഠകല എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരുപക്ഷേ അത് മനോഹരമായി അവതരിപ്പിക്കുമ്പോൾ സംഗീതം പോലെ ആസ്വദിക്കപ്പെടുക എന്ന് പറയാറുണ്ട്. വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കപ്പെടുക. ഇതിപ്പോൾ മലയാളത്തിലെ സുകുമാർ അഴീക്കോടിനെ പോലെ ആയിരക്കണക്കിന് പ്രഭാഷകരുണ്ടെങ്കിലും അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രഭാഷണ കലയിലെ കുലപതിയായി മാറുന്നത്? അത് ജനങ്ങളെ വശീകരിക്കാനുള്ള, സ്വാധീനിക്കാനുള്ള ഒരു മർമ്മം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്രയും വൈക്കം മുഹമ്മദ് ബഷീർ സാഗരഗർജനം എന്നാണ് സുകുമാർ അഴീക്കോടിനെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനെ, തെറ്റിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ ഉണർത്താൻ, പ്രതിഷേധിക്കാൻ, പ്രതികരിക്കാൻ, സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, ഇങ്ങനെ എല്ലാ മനുഷ്യൻ്റെ വികാരങ്ങളെയും ഒരാളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അയാളെ ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ, അയാളെ ജീവിതത്തിൻ്റെ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ പ്രസംഗത്തിന്, ബയാനിന് കഴിയും. അങ്ങനെ മാറ്റിമറിച്ച ഒരുപാട് പ്രഭാഷണങ്ങളുടെ, ബയാൻ്റെ ചരിത്രത്തിലെ ധന്യമായ നിമിഷങ്ങൾ ഖുർആൻ പങ്കുവെക്കുന്നുണ്ട്. ആ പ്രവാചകൻ്റെ സ്വാധീനത്തിൽ നിന്ന്, പ്രവാചകൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നത് ആയിഷ ബീവിയുടെ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. നല്ല ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു റിപ്പോർട്ടറായിരുന്നു, ഗ്രന്ഥകാരിയായിരുന്നു, അതുപോലെ തന്നെ കവയിത്രിയായിരുന്നു, അതേപോലെ തന്നെ നല്ല പ്രസംഗമായിരുന്നു.
വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആയിഷ ബീവിയെ പറ്റി പറയുമ്പോൾ മറ്റ് സഹാബി വനികകളിൽ നിന്ന്, പ്രവാചകൻ്റെ ഭാര്യമാരിൽ നിന്നൊക്കെ വ്യതിരക്തമായ വ്യക്തിപ്രഭാവമുള്ള ആളായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു യുദ്ധം ആയിഷ ബീവി നയിച്ചിട്ട് പോലുമുണ്ട്, ജമൽ എന്ന യുദ്ധം. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധമുണ്ടായിട്ട് ഘാതകരെ പിടിക്കാൻ അലി റളിയല്ലാഹു അൻഹു മുൻകൈ എടുക്കുന്നില്ല, കാലതാമസം എടുക്കുന്നു എന്നൊരു വിഷയത്തിലായിരുന്നു ആയിഷ ബീവി നയിച്ചത്. യുദ്ധം നയിക്കുന്നത് പോലെ തന്നെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള മനോഹരമായ പ്രസംഗ പാഠവും ഉണ്ടായിരുന്നു, ബയാൻ്റെ പാഠവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അത് അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലും മറ്റ് സഹാബി അനുയായികളൊക്കെ ആണെങ്കിലും ഈ ഒരു ആശയവിനിമയയുടെ ശക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയവരായിരുന്നു. അപ്പോൾ അതിന് ബയാൻ എന്ന് പറയുമ്പോൾ, അതൊരു മാസ്മരികത എന്ന് പറയുമ്പോൾ കേവലം വർത്തമാനങ്ങളല്ല. വർത്തമാനങ്ങൾ എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷെ അത് ആകർഷിക്കുന്ന രീതിയിൽ ചാരുതയോടെ, വാക്ചാതുര്യത്തോടെ അവതരിപ്പിക്കാൻ സാധിക്കുക എന്നത് അതൊരു വലിയ അനുഗ്രഹമാണെന്നും, ഖുർആൻ്റെ ഓരോ വചനങ്ങളും ഓരോ ആശയങ്ങളും ഇങ്ങനെ സമൂഹത്തിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ മനുഷ്യൻ സ്വാധീനിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ഒരു സന്ദേശമാണ് ഈ സൂറത്തു റഹ്മാൻ്റെ ആദ്യ ഭാഗം ചർച്ച ചെയ്യുന്നത്. റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ. ഒരു ആപ്തവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഫ് മൈ പവർ were taken from me with one assumption. ഒരാളുടെ കഴിവുകളെല്ലാം അയാളെടുത്ത് നിന്ന് എടുത്ത് കളയുകയാണ് ഒരാൾ. വിത്ത് വൺ എക്സംഷൻ, ഐ വിൽ ചൂസ് സ്പീക്കിംഗ്. എല്ലാ കഴിവുകളും എടുത്തു കളയുമ്പോൾ ഒന്ന് നിലനിർത്താൻ അവർ ഔദാര്യത്തോടെ സമ്മതിച്ചാൽ, ഐ വിൽ ചൂസ് സ്പീക്കിംഗ്, ഞാൻ പ്രസംഗം തിരഞ്ഞെടുക്കും. ബിക്കോസ് ഐ ക്യാൻ റിക്കവർ ഓൾ ദ റെസ്റ്റ് ത്രൂ സ്പീക്കിംഗ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം പ്രസംഗത്തിലൂടെ എനിക്ക് തിരിച്ചു ലഭിക്കും. കാരണം നമുക്കറിയാമല്ലോ, ഒരു സദസ്സിൽ വലിയ വലിയ ശാസ്ത്രജ്ഞരുണ്ടാവും, കലക്ടർമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, എഞ്ചിനീയർ ഉണ്ടാവും, മന്ത്രിമാരുണ്ടാവും, സമൂഹത്തെ സ്വാധീനിക്കുന്ന പ്രമുഖരുടെ നിരയുണ്ടാവും. അവരൊക്കെ അനങ്ങാതിരുന്ന് കേൾക്കുകയും നമ്മുടെ വാക്കിൻ്റെ മുന്നിൽ നിശബ്ദരായി നിന്നുകൊണ്ട് അത് ഏറ്റുവാങ്ങുകയും അവരുടെ മനസ്സിനെ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബയാൻ എന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഖുർആൻ അവതരിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണ ചാരുത ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ കീഴടക്കിയ ഏതേത് മഹാന്മാരും ഏതേത് നേതാക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ അവരുജ്വല വാഗ്മികളായിരുന്നു. അത് വിൻസ്റ്റൺ ചർച്ചിലാവട്ടെ, അബ്രഹാം ലിങ്കൻ ആവട്ടെ, അങ്ങനെ ലോകത്തെ കീഴടക്കിയ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാമി വിവേകാനന്ദനാവട്ടെ, ലോകത്തെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എക്കാലത്തെയും മികച്ച ഒരു പ്രഭാഷണമാണ് അമേരിക്കയിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുന്നതിന് പകരം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ എന്ന് അമേരിക്കയിലെ ജനതയെ അഭിസംബോധന ചെയ്തപ്പോൾ തിരിഞ്ഞ് പിറകോട്ട് പോയി പുച്ഛത്തോടെ, ഏഷ്യൻ വംശജരെ പുച്ഛത്തോടെ കണ്ടിരുന്ന അവർ, പാശ്ചാത്യ ലോകം, അമ്പരപ്പോടെ കൗതുകത്തോടെ ആ പ്രസംഗം കേൾക്കുകയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ മനുഷ്യനെ നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, സംസ്കാരത്തിലേക്ക്, തിരിച്ചറിവിലേക്ക്, വിവേകത്തിലേക്ക് ഒക്കെ ആനയിക്കാൻ ബയാൻ എന്ന വിശേഷണത്തിലൂടെ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയം. ഈ ആയത്തിൻ്റെ പ്രത്യേകത, ഓരോ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞതിന് ശേഷം ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകസിബാൻ, ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാവുക? നിങ്ങൾ ദൈവമില്ല എന്ന് പറയുന്നു, മരിച്ചു കഴിഞ്ഞ് മറ്റൊരു ജീവിതമില്ല എന്ന് പറയുന്നു, ദൈവത്തെ നിങ്ങൾ നിഷേധിക്കുന്നു. പക്ഷെ നിങ്ങൾ കൺമുന്നിൽ ഒരുപാട് ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തുർ റഹ്മാനിൽ ഇപ്രകാരം പടച്ചവൻ പറയുന്നത്, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, അവന് ആശയവിനിമയ ശേഷി പഠിപ്പിച്ചു. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഓരോ സവിശേഷതകൾ ഉണ്ടെങ്കിലും പ്രവാചകനെ ഏറ്റവും വലിയ പ്രവാചകൻ ലോകത്ത് സ്വാധീനിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബഹുമുഖ
പ്രതിഭയിൽ ഏറ്റവും എണ്ണം പറയേണ്ട ഒരു കാര്യം പ്രസംഗമായിരുന്നു, ബയാനായിരുന്നു. നല്ല ബയാൻ ആർജിച്ചെടുക്കാൻ പടച്ചവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധമുള്ള വിശ്വാസികളാവാൻ നമുക്ക് സാധിക്കട്ടെ. പടച്ചവൻ്റെ അനുഗ്രഹം എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.